ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യമാണ്. 3 വർഷം പഴക്കമുള്ള ഒരു വീട്, 2500 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, 14 സെൻറ്റ് സ്ഥലം, കിണർ വെള്ളം, ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല രാമൂരം കുഞ്ഞച്ചൻ്റെ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം 600 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. രാമൂരം ഇടവകയിൽ പെട്ടിരിക്കുന്ന 600 മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ലാത്ത നല്ല അയൽവക്കത്തോട് കൂടിയുള്ള ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക എലിവേഷനിലുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ രീതിയിലുള്ള ഒരു വീടാണ്. അത് ഈ കാണുന്ന കിണറാണ്. ഇഷ്ടംപോലെ വെള്ളമുള്ള, ഒരിക്കലും വറ്റാത്ത ഒരു കിണറുണ്ട്. അതുപോലെ തന്നെ ഇത് കായ്ച്ചു നിൽക്കുന്ന ഒരു പ്ലാവാണ്. ചക്കയെല്ലാം ചുവട്ടിലാണ് കായ്ച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു മുറ്റത്തോട് കൂടി. ഇതിൻ്റെ ഇപ്പം ഇവിടെ താമസമില്ല. ഇതിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ്. 3 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, 14 സെൻറ്റ് സ്ഥലം. സെല്ലറ് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. വീട് വന്ന് കണ്ട് വീട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ച് വിലയും നമുക്ക് ധാരണയാകാവുന്നതാണ്. ഇത് ഒരു അലക്കുകല്ലാണ്. വീടിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ചുറ്റും നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. 14 സെൻറ്റ് സ്ഥലവും വീടുമാണ്. അതുപോലെ തന്നെ നമുക്ക് 100 മീറ്റർ മാറിയാൽ ബസ് റൂട്ടിലേക്കാണ്. ഈ വീട്ടിൽ നിന്ന് കഷ്ടി ഒരു 100 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ മാറിയാൽ നമ്മൾ ബസ് റൂട്ടിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ വണ്ടികളെല്ലാം നമുക്ക് ഈ 100 മീറ്റർ ദൂരത്തിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. നമുക്ക് കോളേജിലേക്കൊക്കെ നമുക്ക് ഈ 600 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. രാമൂരം ടൗണിലേക്കെന്ന് പറഞ്ഞാലും 600 മീറ്റർ ദൂരമേ ഉള്ളൂ. രാമൂരം ടൗണിൽ തന്നെയാണല്ലോ പള്ളി ഇരിക്കുന്നത്, അതുകൊണ്ട് 600 മീറ്റർ ദൂരമേ ഉള്ളൂ. നമുക്ക് രാമൂരം ശ്രീരാമകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം. അങ്ങനെ എല്ലാത്തിൻ്റെ രാമൂരത്ത് ഫേമസ് ആയിട്ടുള്ള 2 ആരാധനാലയങ്ങളാണ്. ഒന്ന് രാമൂരത്ത് കുഞ്ഞച്ചൻ്റെ പള്ളിയും അതുപോലെ തന്നെ ശ്രീരാമ ക്ഷേത്രവും. ഈ രണ്ടിലും നമുക്ക് നിസാര ദൂരത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. മുറ്റത്തൊക്കെ ഗ്രീൻ നെറ്റ് ഇട്ടിരിക്കുന്നതാണ്, പള്ള പിടിക്കാതെ ഇരിക്കാനായിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. 3 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. ഈ വീടിന് എല്ലാം കോമ്പൗണ്ട് വാൾ കെട്ടി നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. ചുറ്റിനും ആൾക്കാരെല്ലാം നല്ല ഇതുപോലുള്ള വീടുകൾ തന്നെയാണ് പണിതിരിക്കുന്നത്. ഇത് ഒരു വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. ഇത് കാർ പോർച്ചിൻ്റെ ഭാഗമാണ് കാണുന്നത്. കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിടക്കുന്ന വീടാണ്. നമുക്ക് ഈ വീടിന് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രൻസ്. ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഒരു വീടാണ്. നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴേ നമ്മുടെ സ്വീകരണ മുറിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. 2 സെറ്റുകളുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു പ്രയർ ഏരിയ ആണ്. നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു കോർട്ട്യാർഡാണ്. ഇതിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റ് നട്ടിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണ്. ഇതവിടെ നിന്നാണ് നമുക്ക് സൺലൈറ്റ് വരുന്നത്. ഇത് മറ്റൊരു സൈഡാണ്. 2 കോർട്ട്യാർഡുണ്ട്. 2 കോർട്ട്യാർഡിലും ഇത് വലുപ്പമുള്ള ഒരു പ്ലാന്റ് നിൽപ്പുണ്ട്. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട്
റൂമിൽ കയറുന്നതിന് മുന്നേ ഇതിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ സൈഡിലുള്ള ഓപ്പൺ കിച്ചണാണ്. ഇതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചനാണ്. ഇതാണ് കിച്ചൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇറങ്ങിയാൽ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത്. ഇത് കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ഹോളാണ്. ആ ടേബിൾ ഇട്ടിരിക്കുന്നത് ഡൈനിങ് ഹോളാണ്. ഡൈനിങ് ഹോളും കിച്ചണും കൂടി ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. വർക്ക് ഏരിയ കിച്ചന് വെളിയിലായിട്ടുണ്ട്. വർക്ക് ഏരിയ ഇപ്പം കാണിച്ചിട്ടില്ല. വർക്ക് ഏരിയ ഉണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ്. നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാണ്. ഈ ഫർണിച്ചറോട് കൂടി ആണ് സെല്ലറെ കൊടുക്കാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നത്. ഇത് റൂമുകളെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ്. 2 എണ്ണവും താഴത്തെ നിലയിലെ 2 എണ്ണവും അറ്റാച്ച്ഡ് ആണ്. കിങ് സൈസ് കോട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓണർ വിദേശത്താണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 2ാമത്തെ റൂമിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യത്തെ നില 2 ബെഡ്റൂം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. കൂടാതെ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. ഇതാണ് 2ാമത്തെ റൂമിൻ്റെ ബാത്റൂമാണ്. 4 ബെഡ്റൂം 4 എണ്ണവും അറ്റാച്ച്ഡ് ആണ്. നമുക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് രാമപുരം ടൗണിലേക്ക് 600 മീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ കൂത്താട്ടുകുളം MC റോഡിലേക്ക് 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പാലാ ടൗണിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പാലാ തൊടുപുഴ ഹൈവേയിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സ്കൂള് കോളേജ് എല്ലാം നമുക്ക് ഈ 600 മീറ്ററിനുള്ളിൽ ലഭ്യമാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇതാണ് മുകളിലത്തെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. കയറി ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇത് താഴെ നമ്മുടെ കോർട്ട്യാർഡിൻ്റെ ഭാഗമാണ് മുകളിൽ നിന്ന് കാണുന്നത്. ഇത് സൺലൈറ്റ് വരാനുള്ള മുകളിൽ നിന്ന് ടെറസിൽ നിന്ന് ഇട്ടിരിക്കുന്നതാണ്. 2 സൈഡിലും ഉണ്ട്. കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ്. ഇത് നല്ല വലിപ്പമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മൾ ആദ്യത്തെ റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതും താഴത്തെ റൂം പോലെ തന്നെ അതിൻ്റെ തന്നെ സെയിം ആയിട്ടുള്ള പൊസിഷനിൽ മുകളിലാണ് ഈ 2 റൂമുകളും വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള റൂമുകളാണ് മുകളിലത്തേതും. അവിടെയും കോട്ടിട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. രാമപുരം ഇടവകയിൽ വീട് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാമപുരം പള്ളിയായിട്ട് വളരെ അടുത്ത് അല്ലെങ്കിൽ അമ്പലമൊക്കെ ആയിട്ട് അടുത്ത് വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു അധികം പഴക്കമില്ലാത്ത 3 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അങ്ങനെ ഒരു വീടും താമസമില്ലാതെ ആൾ വിദേശത്തായതിൻ്റെ പുറത്ത് വരുമ്പം മാത്രമുള്ള താമസമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടും സ്ഥലവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് നല്ല സൂട്ടബിളായിരിക്കും. കാരണം ബസ് റൂട്ടുമായിട്ട് 100 മീറ്റർ, സ്കൂള് കോളേജ് എല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. 14 സെൻറ്റ് സ്ഥലമുണ്ട്. കിണർ വെള്ളമാണ്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു വീടിന് സ്ഥലത്തിനുകൂടി സെല്ലർ ആവശ്യപ്പെടുന്ന തുക 95 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്.
ഓണറുടെ കുടുംബം വീട്ടുകാർ ഇവിടെയുണ്ട്. നമുക്ക് വന്ന് കണ്ട് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ടെറസ് ഏരിയയിലേക്കുള്ള ഡോറാണ് ഇപ്പം നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ടെറസ് ഏരിയയിലേക്ക് ഇതാണ് നമ്മൾ ടെറസ് ഏരിയ. നല്ലൊരു ഏരിയ ഉണ്ട്, അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. നല്ലൊരു മോഡേൺ രീതിയിലുള്ള എലിവേഷനാണ് ഈ വീടിൻ്റെ. ഒരു പ്രത്യേക സൈസ് എലിവേഷന്, വെസ്റ്റേൺ രീതിയിലുള്ള ഒരു എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇവരൊക്കെ വിദേശത്തായതിൻ്റെ പുറത്ത് അവിടുത്തെ വീടുകളുടെ ഒരു ഫാഷൻ കൂടി കണ്ടിട്ടാണ് ഇവരിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുറ്റിനൊക്കെ നല്ലവണ്ണം നല്ല അയൽവക്കങ്ങളുണ്ട്. ആ കാണുന്ന എല്ലാ അയൽവക്കമാണ്.